വെച്ച് നീട്ടുമ്പോൾ എനിക്ക് വേണമോ എന്ന് പറയാവുന്നതാണ്. ഓസ്ട്രേലിയയിലെ അഡലേഡിൽ നിന്ന് ഒരു 10 പേര് ഞങ്ങളുടെ മുടിപ്പുള്ളികൾ സായിപ്പന്മാർ, ഓസ്ട്രേലിയക്കാർ, ഞാൻ ആ ചർച്ചിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഞാൻ മൂന്നാറിൽ ഒത്തിരി സ്ഥലങ്ങളിലെല്ലാം യോഗങ്ങൾ നടത്തി. അവരുടെ ട്രാൻസ്ലേറ്ററായിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ പോവുകയാണ്. അതുവരെ സാമ്പത്തികമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകനായ എനിക്ക് വളരെ പ്രിയങ്കരനായ ഒരു ദേവദാസന സഭയുടെ സീനിയർ പാസ്റ്റർമാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പോളൊന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയാണ് വേണ്ടത്. അല്ലെ ഞങ്ങൾ എന്താ സഹായിക്കേണ്ടത്? എനിക്ക് സഹായമൊന്നും വേണ്ട. ഞാൻ ഈ ടെസ്റ്റ് നോക്കിയത് പൈസയുടെ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാകുന്ന ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴാണ്. എൻ്റെ സ്നേഹിതനായ അങ്ങേത്താഴെ നമ്മുടെ പഴമ്പള്ളിയിലുള്ള തമ്പിച്ചൻ, ന്യൂയോർക്കിലെ ഞങ്ങൾ സഹപാഠികളാണ്, ഒരു ചെക്ക് ബുക്ക്, ഡോളർ ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. പോളിന് ആവശ്യമുള്ള എഴുതിയിട്ടുള്ളത്. അതേ പോയി കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ഞാൻ കീറി ദൂരെ കളഞ്ഞു. എനിക്ക് ദ്രവ്യാഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് പരിശോധിച്ചില്ലെങ്കിൽ നമ്മൾ അബദ്ധമായി പോകും. 5 കന്യകമാർ തള്ളപ്പെട്ടതിൻ്റെ രഹസ്യം എന്താണ്? അവരവരെക്കുറിച്ച് പരിശോധിച്ചില്ല, എണ്ണയുണ്ടെന്ന് ശോധന ചെയ്തില്ല. പാടുന്നത് നല്ലത്, പ്രസംഗിക്കുന്നത് നല്ലത്, ആരാധിക്കുന്നത് നല്ലത്, നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ നാട്ടിൽ പോകുമോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശോധന ചെയ്യണം. കാരണം ഇത് യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് വരാൻ പോകുകയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ മരിക്കാൻ പോകുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതെല്ലാം വിട്ടുപോകാൻ പോകുകയാണ്. ആലയത്തിൽ നമ്മൾ എത്തുമോ? സ്തോത്രം. ഒന്നുകൂടെ ആലയത്തിൽ നമ്മൾ എത്തുമോ? 21-27 എഴുതിയിരിക്കുന്ന ഒരു വാക്യം പേടിയോടും വിറയലോടും എന്നോടുള്ള പ്രസംഗമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയില്ല. ഈ വചനം വിശ്വാസയോഗ്യം, ഇത് സത്യവും ആകുന്നു. അപ്പം ഇനി 23-ാം സങ്കീർത്തനത്തിലേക്ക് വന്ന് എന്താണ് ഭക്തന്റെ ആഗ്രഹം, പ്രാർത്ഥന? എന്താണ് നമ്മൾ വായിച്ചത്? 23-ാം സങ്കീർത്തനത്തിൽ എന്താണ് വായിച്ചത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതായിരിക്കണം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി. ഇടയ്ക്ക് സ്ട്രക്കാകരുത്. പക്ഷേ ഇവിടെ എത്തണമെങ്കിൽ ഒരു 4 താഴ്വരകൾ കടക്കണം. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ വളരെ സുഖമാണെങ്കിലും ഈ ആലയത്തിൽ ഓടിപ്പോകാൻ ഒക്കെയില്ല. 6 പർവ്വതങ്ങളാണ്, 6 വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ. ഒരു പർവ്വതത്തിൽ നിന്ന് ഒരു പർവ്വതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തൊട്ടടുത്താണ് പോകും. പക്ഷെ അതിൻ്റെ താഴ്വാരം എന്ന് പറയുന്നത് ചിലപ്പോൾ മൈലുകൾക്കാണ്. ചാടിപ്പോകാനൊക്കെയില്ല. ഇത് ഓരോ താഴ്വരയും കടന്നേ നമുക്ക് ചെല്ലാൻ നോക്കും. ദീർഘായുസുള്ള ആലയത്തിൽ ചെല്ലണമെങ്കിൽ ഇതിലെ താഴ്വര കടക്കണം. 4 താഴ്വരയുണ്ട്. ആ താഴ്വര നമ്മുടെ മനസ്സിനെ വെറുപ്പിക്കുന്നതും മടുപ്പിക്കുന്നതും മടങ്ങിപ്പോകാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. അവിടെ പിടിച്ചു നിന്നാൽ അപ്പുറത്തല്ല. ഏതാണെന്ന് ഞാൻ പറയാം. വാക്യം 3, സങ്കീർത്തനം 23-ന്റെ വാക്യം 3. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. തണുപ്പിക്കണമെങ്കിൽ പ്രാണൻ ചൂടാകണം. പ്രാണൻ ചൂടാക്കുന്ന താഴ്വര, തണുപ്പിക്കുന്ന താഴ്വര. വാക്യം 4, കൂരിൽ താഴ്വരയിലൂടെ കൂരിൽ താഴ്വരയുണ്ട്. ഇവിടെ കൂരിൽ താഴ്വര എന്ന് പറയുന്നത് ഷാഡോ ഓഫ് ഡെത്ത്. ദോ ഐ വാക്ക്
through the shadow of death. Through the valley of the shadow of death. എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് മരണത്തിൻ്റെ താഴ്വരയാണ്. അവിടെ നിന്ന് പുറകോട്ട് പോയാലും ഈ ആലയത്തിലെത്താൻ ഒക്കെയല്ല. ബാക്കി മനുഷ്യൻ എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വരുന്നൊരു ശത്രുക്കൾ ഉള്ള താഴ്വരയാണ്. ആ താഴ്വരയിൽ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോൾ മടങ്ങിപ്പോയാൽ ഈ ആലയത്തിലെത്താൻ ഒക്കെയല്ല. അതിൽ തന്നെ എന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന താഴ്വരയാണ്. 4 താഴ്വരയാണ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ താഴ്വര പ്രാണനെ ചൂടാക്കുന്ന താഴ്വരയാണ്. നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. മരണം പ്രാണനിൽ സംഭവിക്കും, ശരീരം പോകും, ആത്മാവ് ജീവിക്കും. പക്ഷെ നമ്മുടെ പ്രാണനും ശരീരവും ആത്മാവും അനന്യമായി വെളിപ്പെടണം. നിത്യതയിൽ ശരീരം ഉണ്ടായിരിക്കണം, ജീവൻ ഉണ്ടായിരിക്കണം, ആത്മാവുണ്ടായിരിക്കണം. അപ്പം പ്രാണന് പകരം നിത്യജീവൻ വരും. മൺമയമായ ശരീരത്തിന് പകരം തേജസ്സിന്റെ ശരീരം വരും. ആത്മാവിന് പിന്നെ മാറ്റം വേണ്ടല്ലോ. ഇത് അനന്യമായിട്ട് വെളിപ്പെടണം. ഈ പ്രാണൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിലുള്ള പ്രാണനാണ്. ഈ പ്രാണൻ രക്തത്തിലാണ്. അതുകൊണ്ടാണ് പഴയ നിയമം പുതിയ നിയമം പറയുന്നത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ല, അതുകൊണ്ട് മാംസം ഭക്ഷിക്കരുത്. അപ്പോൾ നമ്മുടെ ജീവൻ രക്തത്തിലാണ്. അത് 24 മണിക്കൂറും സർക്കുലേറ്റ് ചെയ്യുകയാണ്. ആ രക്തം ചെല്ലാത്ത സ്ഥലം ഡെഡാണ്. ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജീവൻ വേണമെങ്കിൽ രക്തം ഫ്ലോ ചെയ്യണം. ഇതൊരു കൂളിംഗ് സിസ്റ്റമാണ് ശരീരത്തിൽ. നമ്മുടെ ഹോർമോണുകളെയും